ഹലോ. അപ്പോൾ ചിക്കൻ കറിയുടെയൊക്കെ അതേ ടേസ്റ്റിൽ നമുക്ക് എളുപ്പത്തിലൊരു മുട്ടക്കറി ഉണ്ടാക്കിയെടുത്താലോ? അതിനായിട്ട് ഞാൻ 4 മുട്ട ഇവിടെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം 4 സവാള സ്ലൈസ് ചെയ്ത് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. സവാള ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് വെച്ചത് ചേർക്കുകയാണ്. ഇനി അല്പം ഉപ്പ് കൂടെ ചേർത്ത ശേഷം വീണ്ടും മിക്സ് ചെയ്യുക. കുറച്ച് കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വീണ്ടും മിക്സ് ചെയ്ത് നല്ലപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം ചതച്ച പേസ്റ്റാണ്, ഏകദേശം 1 സ്പൂൺ വരും. അത് ചേർത്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതിലേക്ക് 1/4 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി ഇവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യുന്നു. 2 മീഡിയം തക്കാളി ഉണ്ട്. തക്കാളി നല്ലപോലെ കുഴഞ്ഞ് വന്ന ശേഷം ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യുകയാണ്. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്യണം. കുറച്ച് ഗ്രേവി മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ഇതിൽ നമ്മളൊരു ലിഡ് വെച്ച് അടച്ചിട്ട് കുറച്ച് നേരം വേവാനായിട്ട് വെക്കണം. അല്പസമയം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ഗ്രേവി നല്ലപോലെ തിക്കായി നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ടാവും. ഇതിലേക്ക് സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 4 മുട്ട നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചത് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ഗ്രേവി എത്തുന്നത് പോലെ മിക്സ് ചെയ്യുക. നമ്മുടെ ഈസി മുട്ടക്കറി റെഡിയാണ്. അതിന് മുമ്പ് കുറച്ച് കുരുമുളക് പൊടി കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കറി റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ്.